ലസാന ഉണ്ടാക്കുന്നതിൻ്റെ ഷോർട്ട് ക്ലിപ്പ് ഇട്ടപ്പം എല്ലാവരും ലോങ് വീഡിയോ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്നൊരു ലോങ് വീഡിയോ ആണ് ഉണ്ടാക്കുന്നത്. അതിൽ നമ്മൾ ലസാന ഷീറ്റ് ഫസ്റ്റ് വെള്ളത്തിൽ കുക്ക് ചെയ്തെടുക്കുക. വെള്ളത്തിൽ ഞാൻ ഓയിലും സോൾട്ടും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് കുക്കാകുമ്പം നമ്മുടെ സോസ് റെഡിയാക്കാം. പാനിലോട്ടേക്ക് ഓയിൽ ഒഴിക്കാം. അതിലോട്ടേക്ക് നമ്മുടെ കട്ട് ചെയ്ത സവാള ഇടാം, സോൾട്ട് ആഡ് ചെയ്യാം. നല്ല രീതിയിൽ സോട്ട് ചെയ്ത് വന്നതിന് ശേഷം നമ്മുടെ ചെറുതായി കട്ട് ചെയ്ത് ഗാർലിക് ആഡ് ചെയ്യാം. ഗാർലിക് ആഡ് ചെയ്ത് അതിന് ശേഷം നല്ലോണം സോട്ട് ചെയ്ത് വീണ്ടും നമ്മുടെ ടൊമാറ്റോ ആഡ് ചെയ്യാം. ടൊമാറ്റോ ആഡ് ചെയ്ത് നല്ലോണം സോട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ മിൻസായ ചിക്കൻ യൂസ് ചെയ്യാം. നമുക്കിവിടെ ബീഫും യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ നെക്സ്റ്റ് കെച്ചപ്പ് ഒരു 2 ടേബിൾ സ്പൂൺ കെച്ചപ്പ് യൂസ് ചെയ്യാം. ടൊമാറ്റോ കെച്ചപ്പാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം നമുക്ക് പെപ്പർ ഒരു 1 ടേബിൾ സ്പൂൺ, അതുപോലെ ഒറിഗാനോ 1 ടേബിൾ സ്പൂൺ, പിന്നെ ചില്ലി ഫ്ലേക്സ് 1 ടേബിൾ സ്പൂൺ, ഇതൊക്കെ ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ഗ്ലാസ് വാട്ടർ ഒഴിച്ച് നല്ല രീതിയിൽ കുക്ക് ചെയ്തെടുക്കാം. ഇതിന് ശേഷം ചെറുതായി കട്ട് ചെയ്ത് ക്യാപ്സിക്കം ആഡ് ചെയ്യാം. അത് നല്ല രീതിയിൽ സോട്ട് ചെയ്ത് വെച്ചാൽ നമ്മുടെ ടൊമാറ്റോ ഈ സോസ് റെഡിയായി. അതിനുശേഷം നമ്മുടെ ബോയിൽ ചെയ്ത ലസാന ഷീറ്റാണിത്. നമുക്കിനി ബെക്കമൽ സോസ് ഉണ്ടാക്കണം. അതിന് നമ്മുടെ നോർമൽ വൈറ്റ് സോസ് ഉണ്ടാക്കുന്നത് പോലെ ബട്ടറിൽ നമ്മുടെ മൈദ ആഡ് ചെയ്ത് നല്ല രീതിയിൽ സോട്ട് ചെയ്യുക. പിന്നെ അതിൽ മിൽക്ക് ഒഴിച്ച് അതിലോട്ടേക്ക് പെപ്പറോ ഒറിഗാനോ ഒക്കെ ആഡ് ചെയ്ത് ഒരു തിക്ക് സോസ് ആവുന്നത് വരെ വെക്കാം. പിന്നെ നമ്മൾ ലസാന ഷീറ്റ് അടിയിൽ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് മേലെ നമ്മുടെ മസാല, അതായത് സോസ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് മേലെ വൈറ്റ് സോസ് സ്പ്രെഡ് ചെയ്യാം. ഇതൊരു ലെയറിങ് ടെക്നിക്ക് പോലെ ചെയ്യാം. അതിൻ്റെ മേലെ നമ്മുടെ മൊസറല്ല ചീസ് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ സ്റ്റെപ്സ് നമ്മൾ ഒന്നും കൂടി ചെയ്യുക. അതായത് നമ്മൾ വീണ്ടും നമ്മുടെ ലസാന ഷീറ്റ് വെക്കുന്നു, അതേപോലെ മസാല വെക്കുന്നു, പിന്നെ വൈറ്റ് സോസ് വെക്കുന്നു, വീണ്ടും അതുപോലെ തന്നെ മൊസറല്ല ചീസ് വെക്കുന്നു. അതിനുശേഷം ഒരു 180 ഡിഗ്രിയിൽ ഒരു 15 to 20 മിനിറ്റ്സ് നമ്മുടെ ഈ മേലയിൽ ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതൊരു കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരു ചീസി ടൈപ്പ് ആയിട്ടുള്ള ലസാന റെഡി ആയിട്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതൊരു ഇറ്റാലിയൻ ഡിഷാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചെറിയ കുട്ടികൾക്കും വലുതാക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിന്നർ തന്നെ പറയാം. ഇതൊന്ന് ചെറിയ പീസ് കഴിച്ചാൽ തന്നെ വയറ് ഫുള്ളാവും. താങ്ക്